ലിഡിയ, ഈ ബലിതർപ്പണം രാവിലെ രാത്രിയൊക്കെ തുടങ്ങാറുണ്ട്. അപ്പോൾ രാവിലെ വരെയൊക്കെ നീളുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇപ്പോൾ ഒക്കെ വളരെ സജീവമായ ആളുകൾ എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ മഴ മാറി നിൽക്കുന്നുണ്ടോ, അതോ മഴയത്താണോ ചടങ്ങുകൾ? എങ്ങനെ പുരോഗമിക്കുന്നു ലിഡിയ കാര്യങ്ങളൊക്കെ? ജിൽസി, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ബലിതർപ്പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഒന്നാണ് ഈ ആലുവ മണപ്പുറം എന്ന് പറയുന്നത്, ആലുവ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. രാവിലെ പുലർച്ചെ 2:30 മുതൽ നിരവധി ആളുകളാണ്, പതിനായിരക്കണക്കിന് ആളുകളാണ് ആലുവ മണപ്പുറത്തേക്ക് ബലിയർപ്പിക്കാനായി എത്തുന്നത്. ഈ കനത്ത മഴയിലും പിതൃമോക്ഷം തേടി നിരവധി ആളുകൾ രാവിലെ 2:30 മുതൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ 2:30-ക്ക് മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പ്രത്യേക പൂജകളും കാര്യങ്ങളുമൊക്കെ ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആലുവ മണപ്പുറത്ത് ബലിയിടാനായി നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, പതിനായിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 69 ബലിത്തറകളാണ് നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരേ സമയം 1000-ഓളം ആളുകൾക്ക് ബലിയർപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ കനത്ത മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യവും കാര്യങ്ങളുമൊക്കെയുള്ള സ്ഥിതിക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പെരിയാറിൽ ഒരു പരിധിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ ഈ ആളുകളെ, അതായത് ബലിയർപ്പിക്കാനായി എത്തുന്ന ഭക്തജനങ്ങളെ വെള്ളത്തിൽ ഇറക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. കനത്ത മഴയാണ്, ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 61 ബലിത്തറകളും നിരവധി ആളുകൾ ബലിയർപ്പിക്കാനായി എത്തുന്ന കാഴ്ച, അവർ ബലിയർപ്പിക്കുന്ന കാഴ്ച ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത്. 500-ഓളം പോലീസുകാരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് നിരവധി ഇടങ്ങളിൽ. അതായത് ഈ ആലുവ ശിവക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ നിരവധി ഇടങ്ങളിൽ, മണപ്പുറത്തും അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകളിലും ഒപ്പം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡൊക്കെ കേന്ദ്രീകരിച്ച് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെ, 500-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഈ പെരിയാറിൽ ഇറങ്ങിയുള്ള പെട്രോളിംഗും, ബോട്ടിൽ ഉള്ള പെട്രോളിംഗും കാര്യങ്ങളുമൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 20ഓളം CCTV ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നലെ മുതൽ സജീവമായി നടക്കുകയാണ്. റൂറൽ SP M ഹേമലതയുടെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ ഒരു അവലോകനവും കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ ബലിയർപ്പിക്കാനുള്ള മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒരു അവലോകന യോഗം കൂടി ഇന്നലെ ചേർന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ഈ ബലിത്തറകൾ കേന്ദ്രീകരിച്ച് എല്ലാ ബലിത്തറകളിലും വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ ബലിയർപ്പിക്കാനായി രാവിലെ 2:30 മുതൽ എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 11:30യോടുകൂടി ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടും. 10,000-ഓളം ആളുകൾ വന്ന് ബലിയർപ്പിച്ച് പോകുന്ന കാഴ്ച, അതും കനത്ത മഴയിൽ കുടപിടിച്ച് ആളുകൾ വന്ന് ബലിയർപ്പിച്ച് പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജലനിരപ്പ്, പെരിയാറിൽ ജലനിരപ്പ് ഉയരുമോ എന്നുള്ളതൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു തരത്തിലും ഈ ഒരു ചടങ്ങിനെയോ കാര്യങ്ങളെയോ ബാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ മഴയോ കാര്യങ്ങളോ ചടങ്ങിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. 61 ബലിത്തറകളിലും ഒരേ സമയം ഏകദേശം 1000-ഓളം ആളുകൾ ബലിയർപ്പിച്ച് പോരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു തിരക്ക് രാവിലെ 2:30 മുതൽ തുടങ്ങിയതാണ്. രാവിലെ 2:30-ക്ക് പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. രാവിലെ 2:30 മുതൽ തുടങ്ങിയ ഈ തിരക്ക് ഇപ്പോഴും നീളുകയാണ്. രാവിലെ ഈ ആലുവയിൽ മാത്രമല്ല, ആലുവ മണപ്പുറത്ത് മാത്രമല്ല, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ഏറ്റവും അടുത്തുള്ളത് മറ്റ് സ്ഥലം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമമാണ്. ആലുവ മണപ്പുറത്തോട് ചേർന്ന് തന്നെയുള്ള അദ്വൈതാശ്രമത്തിലും ഇത്തരത്തിൽ ബലിയർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിൽ, പെരുമ്പാവൂർ, ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലടക്കം വലിയ രീതിയിൽ ഈ ബലിയർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ജില്ലയിലെ എന്തായാലും അവിടെ വലിയ തിരക്ക് തന്നെയാണ് ആലുവ മണപ്പുറത്ത് അനുഭവപ്പെടുന്നത്.